السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا مولانا محمد. وعن سيدنا عبد الله السنازي رضي الله عنه أن رسول الله صلى الله عليه وسلم قال: മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ തവല്ലഅൽ അബ്ദു, ഒരു മുസ്ലിമായ അടിമ, ഒരു മുസ്ലിമായ മനുഷ്യൻ വുളൂ ചെയ്താൽ, ഫമദ്മദ, അങ്ങനെ അയാൾ വുളൂ ചെയ്യുന്ന സന്ദർഭത്തിൽ വായിൽ വെള്ളം കൊപ്പിളിച്ചു കഴിഞ്ഞാൽ, ഖറജത്തിൽ ഖതായാ മിൻ ഫീഹി, വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതോട് കൂടി ആ വായിൽ നിന്ന് വെള്ളം പുറത്തേക്ക് അയാൾ തുപ്പുമ്പോൾ ആ വെള്ളത്തോട് കൂടി തന്നെ വായ കൊണ്ട് അയാൾ ചെയ്തതായ ദോഷങ്ങൾ മുഴുവൻ അതിലൂടെ ഒലിച്ചു പോകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോൾ ഖറജത്തിൽ ഖതായാ മിൻ ഔഫിഹി, ആ മൂക്കിൽ നിന്ന് മൂക്കിലൂടെ വെള്ളം കയറ്റി ചീറ്റിയ സന്ദർഭത്തിൽ അയാളുടെ മൂക്കിൽ നിന്ന് അയാളുടെ ദോഷങ്ങളൊക്കെ ഒലിച്ചു പോകും, പുറത്തു പോകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഫഇദാ വസല വജ്ഹഹു, മുഅ്മിനായ മനുഷ്യൻ വുളൂ ചെയ്യുന്ന സന്ദർഭത്തിൽ മുഖം കഴുകുമ്പോൾ ഖറജത്തിൽ ഖതായാ മിൻ വജ്ഹിഹി, അയാളുടെ മുഖത്തിൽ നിന്ന് ആ വെള്ളം, വുളൂഇന്റെ വെള്ളം മുഖത്തിൽ നിന്ന് ഒലിച്ചു പോകുന്നതോടുകൂടി മുഖം കൊണ്ട് ചെയ്തതായ ദോഷങ്ങളൊക്കെ അത് പുറത്തു പോകുന്നതാണ്. എത്രത്തോളം അയാളുടെ കണ്ണിന്റെ പുരികങ്ങൾ, കണ്ണിന്റെ പീലികൾ, അതിന്റെ താഴ്ഭാഗത്തുള്ളതുപോലെ അത് മുഴുവൻ അതടക്കം, അതായത് നമ്മുടെ കണ്ണുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ നാവുകളെ കൊണ്ടും ഈ നിലക്ക് നമ്മൾ ചെയ്യുന്ന ദോഷങ്ങളൊക്കെ ഈ മുഖം കഴുകുന്ന സന്ദർഭത്തിൽ നാം മുഖത്തിൽ നിന്ന് വെള്ളം ഒലിച്ചു പോകുന്നതോടുകൂടി അതിൻ്റെ കൂടെ അതെല്ലാം പോകും. രണ്ട് കയ്യിനെ അയാൾ കഴുകുമ്പോൾ ഖറജത്തിൽ ഖതായാ മിൻ യദൈഹി, കൈകൊണ്ട് ചെയ്ത ദോഷങ്ങളെല്ലാം ആ വുളൂഇന്റെ വെള്ളത്തോടു കൂടി പോകും. ഹത്താ തഖ്റുജ മിൻ തഹതി അദ്ഫാരി യദൈഹി, എത്രത്തോളം നഖത്തിന്റെ അടിഭാഗത്തിൽ നിന്ന് വരെ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇദാ മസഹ ബിറഅസിഹി, തല തടവുന്ന സന്ദർഭത്തിൽ ഖറജത്തിൽ ഖതായാ മിൻ റഅസിഹി, അയാളുടെ തലയിൽ നിന്ന് ദോഷങ്ങളെല്ലാം പോകും. ഹത്താ തഖ്റുജ മിൻ ഉദ്നൈഹി, അയാളുടെ ചെവിയിൽ നിന്ന് വരെ എന്ന്, അതായത് നമ്മുടെ ചെവി തടവുന്ന സന്ദർഭത്തിൽ ചെവി കൊണ്ട് ചെയ്തതായ ദോഷങ്ങൾ, തല തടവുന്ന സന്ദർഭത്തിൽ ആ തല കൊണ്ട് ചെയ്തതായ ദോഷങ്ങൾ, ഇതെല്ലാം ആ വെള്ളത്തോടു കൂടി തന്നെ പുറത്തു പോകും. ഫൈദാ വസല രിജ്ലൈഹി, രണ്ട് കാല് കഴുകുമ്പോൾ ഖറജത്തിൽ ഖതായാ മിൻ രിജ്ലൈഹി, കാല് കൊണ്ട് ചെയ്ത ദോഷങ്ങളെല്ലാം ആ വെള്ളത്തിലൂടെ പോകും. ഹത്താ തഖ്റുജ മിൻ തഹതി അദ്ഫാരി രിജ്ലൈഹി, കാലിന്റെ നഖത്തിന്റെ അടിഭാഗത്തിൽ നിന്ന് വരെ. ثم كان مشيه الى المسجد, മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാന്മാരാകുന്ന സ്വഹാബത്തിന് വുദൂഇന്റെ മഹത്വം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വുദൂ ചെയ്യുന്ന രൂപങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് കാണിച്ചു കൊടുത്തതിന് ശേഷം ഇതിന്റെ മഹത്വങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ വുദൂ ചെയ്യുന്നതോടുകൂടെ അവന്റെ എല്ലാ ദോഷങ്ങളും അവന്റെ ശരീരത്തിൽ നിന്ന് അതായത് അതുവരെ അവൻ ചെയ്ത എല്ലാ ചെറുദോഷങ്ങളും ഈ വുദൂഓടുകൂടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളിൽ നിന്നും അത് ഒഴിഞ്ഞു പോകുന്നതാണ്. പിന്നെ പിന്നെ ഈ ഹദീസിന്റെ ബാക്കിയതാണ്. പിന്നീട് പള്ളിയിലേക്കുള്ള അവന്റെ നടത്തമാകും. അവന്റെ നിസ്കാരങ്ങളൊക്കെ അത് പിന്നെ അവനിക്ക് ഹസനാത്തിനെ വർദ്ധിപ്പിക്കുന്നതാകും. കാരണം ദോഷങ്ങൾ പൊറുക്കപ്പെട്ടല്ലോ.
പിന്നീട് ആ നടത്തം മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ മറ്റൊരു ഹദീസിലുണ്ട്, പള്ളിയിലേക്കുള്ള ഓരോ ചവിട്ടടിയുടെ എണ്ണം കണ്ടു. ആ ചവിട്ടടി വെക്കുന്ന സന്ദർഭത്തിൽ ആ കാലിന്റെ അടിഭാഗത്തുള്ള മൺതരികളുടെ എണ്ണം കണ്ട് അവന്റെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ഹദീസിലുണ്ട്. പക്ഷേ വീട്ടിൽ നിന്ന് വുളൂ ചെയ്തിറങ്ങുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ വുളൂ ചെയ്യുമ്പോൾ തന്നെ എല്ലാ ദോഷങ്ങളും ചെയ്തു തീരുന്നതോടുകൂടി എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടുകയാണ്. പിന്നീട് പള്ളിയിലേക്കുള്ള നടത്തം കൊണ്ട് പിന്നെ ദോഷം പൊറുക്കേണ്ട സാഹചര്യം വരുന്നില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് വകാന മശ്യൂഹു ഇലൽ മസ്ജിദി വസലാത്തുഹു നാഫിലത്തൻ. അതായത് വുളൂ ചെയ്തതോടുകൂടെ പൊറുക്കപ്പെട്ട ദോഷങ്ങൾ മുഴുവൻ പുറത്തുപോയി. പിന്നീട് പള്ളിയിലേക്കുള്ള നടത്തം കൊണ്ടുള്ള ദോഷം പൊറുക്കുന്ന സാഹചര്യം അവിടെ വരുന്നില്ല. ആ അതുകൊണ്ട് അല്ലാഹു ഹസനാത്തിനെ വർദ്ധിപ്പിച്ചു കൊടുക്കും. നിസ്കാരവും ഓരോ നിസ്കാരം കഴിയുമ്പോഴും അവന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നുണ്ട്. പക്ഷേ ആ നിസ്കാരം കൊണ്ട് ദോഷം പൊറുക്കപ്പെട്ട സാഹചര്യം വരുന്നില്ല. കാരണം വുളൂവോട് കൂടെ തന്നെ ദോഷങ്ങൾ പൊറുക്കപ്പെട്ടു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വുളൂ എന്നുള്ളത് വലിയൊരു ഇബാദത്താണ്. വുളൂ ചെയ്യുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ മഹാന്മാരാകുന്ന മലായികത്തിന്റെ സാന്നിധ്യം വുളൂ ചെയ്യുന്ന സ്ഥലത്തുണ്ടാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വുളൂ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട സംഗതിയാണ്. അത് ചെയ്യുമ്പോൾ പാലിക്കേണ്ട സുന്നത്തുകളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് ചൊല്ലേണ്ട ദിക്റുകളൊക്കെ കൃത്യമായി ചൊല്ലിക്കൊണ്ട് വുളൂവിന്റെ സമയത്ത് നമുക്കൊരു ഹുദൂർ വേണം. അതായത് ആ സമയത്തൊരു ശ്രദ്ധ വേണം. എന്നാൽ മാത്രമേ നിസ്കാരത്തിൽ ശ്രദ്ധ ഉണ്ടാവുകയുള്ളൂ എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലക്ക് നമ്മൾ കൃത്യമായി വുളൂ ചെയ്താൽ ആ വുളൂവോട് കൂടെ തന്നെ നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടും. ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലാഹു വലിയ തൗഫീഖാണ് നൽകുന്നത്. ഓരോ ഇബാദത്തുകളും പാപങ്ങൾ പൊറുക്കപ്പെടാൻ പാകപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ആ ഇബാദത്തുകളിലൊക്കെ ശ്രദ്ധ പുലർത്തണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. നാം ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ അവന്റെ പൊരുത്തത്തിലും ദുആത്തിലും എല്ലാ അതിന്റെ ഹഖ് പ്രകാരം ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. കൂട്ടത്തില് നമ്മുടെ ഒരു ബഹുമാനപ്പെട്ട നമ്മുടെ മഹല്ലിന്റെ പ്രസിഡന്റ് ചെറിയാപ്പു ഹാജി, അവരുടെ അനിയൻ മജീദ് അല്ലേ, അവര് ഹോസ്പിറ്റലിൽ മേജർ ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിലാണുള്ളത്. അൽഹംദുലില്ലാഹ് അത് സലാമത്തായി വന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഈ സമയത്തിന്റെ പുരുഷ കൊണ്ട് അല്ലാഹു നമ്മുടെ സ്നേഹിതൻ അല്ലാഹു പരിപൂർണമായിട്ടുള്ള സലാമത്ത് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഇത് രോഗമാണെങ്കിലും കരുണക്കടലായ റബ്ബേ നീ പരിപൂർണമായി ശിഫാ നൽകണേ അല്ലാഹു, ആഫിയത്ത് നൽകണേ റഹ്മാൻ, സിഹത്ത് നൽകണേ റഹ്മാൻ, എല്ലാ നിലക്കുള്ള സലാമത്ത് നീ പ്രദാനം ചെയ്യണേ. അവരിലും ഞങ്ങളിലും ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്ക് എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹു. വിഷമകരമായ പ്രയാസകരമായ എല്ലാവിധ രോഗത്തിൽ നീ കാത്തുരക്ഷിക്കണേ റബ്ബേ. മുഹമ്മദ് സയ്യിദനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على سيدنا محمد يا رب صل عليه وسلم. إلهي نستر الفردوس لنا ولا أهوانا عن الجحيم وهب لي